ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഞാൻ വെറുതെ എടുക്കുന്ന വീഡിയോ ആണ്. എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുഴുങ്ങിയ മുട്ട ആൻഡ് ഒരു സ്മൂത്തി. ഇത്രയൊക്കെ മതി. ഇതിലാണ് നമ്മൾ മുട്ട പുഴുങ്ങുക. തുറക്കാം, വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. വെച്ചിട്ട് ഓണാക്കാം. കഴിയുമ്പോൾ അത് തന്നെ ഓഫായിക്കോളും. നല്ല ക്യൂട്ടല്ലേ കാണാൻ? ഇതിൻ്റെ ഭംഗി കൊണ്ട് മാത്രം വാങ്ങിയതാണത്. ഇനി സ്മൂത്തി ഉണ്ടാക്കാം. അതിനെ നമുക്ക് കുറച്ച് ബെറീസ് വേണം. ഫ്രോസൺ ബെറീസ് ആണ്. പിന്നെ ബനാന ഞാൻ കട്ട് ചെയ്ത് ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും മതി. പിന്നെ വേറെ കുറച്ച് ഇതിലേക്ക് ബനാന ഇടാം. പിന്നെ ബെറീസ് ഇടണം. ഞാൻ തഴപ്പി പക്ഷെ താഴെ വീണാലും നമ്മൾ പുറക്കിയിലേക്ക് ഇടും. കാരണം ഇതൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുന്ന സ്ഥലമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ആൽമണ്ട് മിൽക്കാണ്. ഒഴിച്ചു. കുറച്ച് ഹെൽത്തി ആക്കാൻ നമ്മൾ കുറച്ച് വാൾനട്ട്സും എന്താ ഫ്ലാക്സ് സീഡ് പൗഡറും യൂസ് ചെയ്യും. ഇതിൽ ബനാന ഇട്ടുകൊണ്ട് അത്യാവശ്യം സ്വീറ്റ് ആയിരിക്കും. അപ്പം ഞാൻ എക്സ്ട്രാ സ്വീറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രോസൺ ആയതുകൊണ്ട് ബ്ലെൻഡ് ആവാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ എഗ് ബോയിലായി കിട്ടും. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം. പാട്ടോ സിനിമയോ എന്തെങ്കിലും. ഞാൻ സത്യം പറയട്ടെ, ഇത് ഞാൻ വീഡിയോ എടുത്ത് പഠിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ. വീഡിയോ എടുക്കാനായിട്ട് അറിഞ്ഞുവിടാ, പിന്നെ മടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് എടുത്ത് നോക്കാമെന്ന്. അതിനുവേണ്ടി മാത്രം ഷൂട്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ പഠിച്ച് ശരിയായിട്ട് നമ്മൾ ശരിക്കുള്ള വീഡിയോ എടുക്കും. ഇതെൻ്റെ കറൻറ്റ് ഫേവറേറ്റ് മ്യൂസിക് സെറ്റ് മുസാഫിർ കഫേ. ഇനി കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിൽ ഈ പാട്ടായിരിക്കും. ഇത് ഓഫായിട്ടുണ്ട്. തുറന്ന് നോക്കിയാൽ അയ്യോ മുട്ട തട്ടി. ചൂടുണ്ട്. ഇത് കുറച്ചേരും കൂടി തന്നെ തിരുന്നോട്ടെ. ചൂടാറിയിട്ടെടുക്കാം. ഇനി സ്മൂത്തി അടിക്കാം. ഞാൻ എന്നു തന്നെ കുടിക്കണം. എത്ര എക്സ്പ്രഷനുടെ കാര്യമൊന്നുമില്ല. എന്നാലൊരു വീഡിയോ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പുതിയ നല്ല ഗ്ലാസ് എടുത്തു വന്നാൽ ഇവിടെ ആകെ 2 ഗ്ലാസ് ഉള്ളൂ. അതിലൊരെണ്ണാണ് ഇത്. ഒരു കൊറിയൻ സീരീസ് കണ്ടിട്ട് ഞാൻ മുട്ട പൊട്ടിക്കുന്ന കാണിച്ചു തരാമേ. ഇങ്ങനെ അടിക്കണം. ഇത് ഇങ്ങനെ റോൾ ചെയ്യാം. ശരി അവിടെ ഇതിലേക്ക് ഞാൻ ചമ്മു. കണ്ടു? സിമ്പിൾ. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ സിമ്പിളല്ലേ? ഇങ്ങനെയല്ല, ശരിക്ക് ഒറ്റ റൗണ്ടിൽ പോവാറുണ്ട്. എന്നാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതങ്ങനെയല്ലേ വരുള്ളൂ. നോക്കൂ, കണ്ടു? നല്ല സുന്ദരൻ മുട്ട. നമുക്കിതിനെ മുറിച്ചിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ഇടാം. ഈ എഗ് യോക്ക് കുറേ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എഗ് യോക്ക് 3 അടുത്ത് മാറ്റി 1 കഴിക്കാം. കാരണം അതിലും എന്തൊക്കെയോ ന്യൂട്രീഷൻസ് ഉണ്ട്. അതും കഴിക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ. ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അത് നോക്കും.
നോക്കി 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 അത് തീരുമാനമാകുമ്പോഴേക്കും എൻ്റെ കഴിച്ച് കഴിയും. അപ്പോൾ ഞാൻ എണീറ്റ് പോകും. സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ചെടി നടാൻ പോകാമെന്ന് പറഞ്ഞാൽ പറമ്പിലേക്ക് അങ്ങനെ പോകുന്നില്ല. ബാൽക്കണിയിൽ കുറച്ച് ചെടിച്ചട്ടി ഉണ്ട്. അതിലേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച റോസിൻ്റെ കുറച്ച് ചെടികളും പിന്നെ ഒരു തുളസി ചെടി കിട്ടിയിട്ടുണ്ട്. അതും മാറ്റി നടണം. ആ പണിയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ ചട്ടീസ്. ഇതിൽ റോസ് വെച്ചിട്ട് ഇതിൽ തുളസി വയ്ക്കാം. വേറെ ചട്ടി ഉണ്ടോ നോക്കട്ടെ. എനിക്കൊരു വലിയ ചട്ടി കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ ഇതുണ്ടോ 3 ചെറിയ ചട്ടീസ് ഉണ്ട്. പക്ഷെ ഇതിലെന്താ നടാന്ന് എനിക്കറിയില്ല. സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ചെറുതായോണ്ട് ഇതിലെന്താ നടുക? ഇതിൽ നട്ടാൽ ഇത് വലുതാവില്ലേ? വലുതാവുമ്പോൾ എന്ത് ചെയ്യും? അതിൽ തന്നെ നടാം. ഇതിൽ ഓൾറെഡി കുറച്ച് മണ്ണ്. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര സൗണ്ട് കൂടുതലാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് മ്യൂസിക് ഇടാം. ഇതാണ് നമുക്ക് നടാനുള്ള ചെടികൾ. മിനി റോസസ് ആണ്. ഒരു കളറോടെ ഉണ്ട്. ഒരു വൈറ്റ്, ഒരു റെഡ് അല്ല, ഒരു മജന്ത അങ്ങനത്തെ ഒരു ഷെയ്ഡ്. അതും വൈറ്റ് പാച്ചസ് വരുന്നുണ്ട്. ഇത് ക്യാമറയിൽ കറക്റ്റ് കിട്ടുമോയെന്ന് അറിയില്ല. ക്യാമറയിൽ ചിലപ്പോൾ പിങ്ക് ആയിട്ട് തോന്നും. പക്ഷെ ഒരു ലാവൻഡർ കൈൻഡ് ഓഫ് കളറാണ്. ഇനിയൊരു തുളസി കൂടെ ഉണ്ട്. ഇതെനിക്ക് ഒരു ഫ്രണ്ട് തന്നതാ, രേഷ്മ തന്നതാ. ഇവിടെ കുറച്ച് ഒരു 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇന്ന് ചൂട് കുറവുണ്ട്. ചെറിയ കാറ്റുണ്ട്. ഇപ്പം നല്ലൊരു വെതറായപ്പോൾ നമുക്ക് ബാൽക്കണിയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര ചൂടായിരിക്കും. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് എണിക്കുള്ളൂ. കറക്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ഇത് സൺലൈറ്റ് അടിക്കുമല്ലോ. എന്താ ഇവിടെ? വേസ്റ്റ്. സ്യൂട്ടബിൾ ഫോർ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. ഇതൊക്കെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. പുറത്ത് വെച്ച് സൺലൈറ്റ് അടിച്ചിട്ടെങ്ങാനും. കുറച്ച് മണ്ണ് ഇട്ടിട്ട് വെക്കാം. ഹൈറ്റ് കൂടുതലായതിന്. ഇച്ചിരി മണ്ണ് കൂടിപ്പോയി. എനിക്കിത് റീലോഡ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വ്ളോഗിൽ പോട്ടെ. ഒരെണ്ണം സെറ്റ്. ഇനി മുട്ടൊക്കെ ഇട്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ടൊക്കെ വളരാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റാം. സ്മെല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താ കിടന്നാടണേ? ഇനി തുളസി. എനിക്ക് ശരിക്കും തുളസി വെക്കാൻ പേടിയാ. എന്നുവെച്ചാ വിന്റർ ആവുമ്പോ
തുളസി പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അകത്ത് വെക്കും. അകത്ത് വെക്കുമ്പോൾ സൺലൈറ്റ് കിട്ടില്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം വെച്ചില്ല, അതിന് മുമ്പത്തെ വർഷം വെച്ചിട്ട് വിൻ്ററായപ്പോൾ അത് ചീത്തയായിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. തുളസി ബാക്കി ചെടികൾ പോയാലും സങ്കടം ഇല്ലെന്നല്ല, പക്ഷേ തുളസി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുളസി വാങ്ങാറില്ല. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുക ചെയ്യുക. ആദ്യം എനിക്ക് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടി. പിന്നെ എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു വിത്ത് കൊടുത്തു വിട്ടു. അത് വെച്ചിട്ട് അത് പിടിച്ചു. പിന്നെ എനിക്കിപ്പോൾ എനിക്ക് രേഷ്മ തന്നതാ. എങ്ങനെയെങ്കിലുമൊക്കെ തേടി പിടിച്ച് വരും. ഈ തുളസിയെങ്കിലും നല്ല രീതിക്ക് എനിക്ക് വളർത്തി വലുതാക്കണമെന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇതും കഴിഞ്ഞു. അപ്പം നമുക്ക് വെക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ താഴെ ചട്ടി ഉണ്ടായിരുന്നു, ഇത് ഞാൻ കണ്ടില്ല. ഇത് തന്നെയാ ഭംഗിയല്ലേ, ഇത് മതി, അവിടെ തന്നെ ഇരുന്നു. ഡ്രസ്സിലൊക്കെ മണ്ണായി. കറക്റ്റ് വൈറ്റ് ഇട്ട് വന്നേക്ക ചെടി നടാൻ. ഈ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാതിരിക്കുക, ഇതിനെ തിരിച്ചു വെച്ചാലോ ഇങ്ങോട്ട്. ഇങ്ങനെ വെച്ചാ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കില്ല എന്ന് തോന്നണു. ഈ സൈഡ് മാത്രം ഇത് കരിഞ്ഞിരിക്കുന്ന എന്താ, ഇവിടെ സൺലൈറ്റ് കിട്ടുക. ഇവരിനി സൺലൈറ്റ് വേണോ? ഞാൻ ആക്ച്വലി ഈ വീഡിയോ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എടുക്കാമെന്ന് വിചാരിച്ചേ. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ അങ്ങനെയൊക്കെയാണുള്ളൊരു ചടങ്ങ്. പക്ഷേ ഇത് മൊത്തം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണ്ടേ. പിന്നെ നിങ്ങൾ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി, എന്തിനാണ് വെറുതെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വീണ്ടും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യും. എന്നാലും നിങ്ങൾ പറയണം, ഓക്കെ? അപ്പോൾ ബൈ ബൈ.